നമ്മുടെ പൊട്ടൻഷ്യലോ നമ്മളുടെ കഴിവുകളോ നമ്മളെക്കുറിച്ചുള്ള യാതൊരു ധാരണയില്ലാത്ത ആളുകളെടുത്ത് പോയിട്ട് നമ്മൾ ഐഡിയാസ് വിളമ്പാൻ നിൽക്കരുത്. അതായത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് നമ്മളൊരു നല്ലൊരു പ്ലാൻ മുന്നിലേക്ക് വെക്കുമ്പോൾ അത് ഡീമോട്ടിവേറ്റ് ചെയ്ത് നെഗറ്റീവാക്കി നമ്മളൊരു നിലക്കും അത് ക്വിറ്റ് ചെയ്യാന്നുള്ളൊരു തോട്ടിലേക്ക് എത്തിക്കും അവർ. സീരിയസ്ലി അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, നിങ്ങളെ പറ്റിയുള്ള ക്ലാരിറ്റി അവർക്കില്ല. രണ്ട്, നല്ല നിങ്ങൾ വളരുന്നത് അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാവും നമ്മൾ ഐഡിയാസ് അവരോട് പറയുന്നത്. അവരത് കാണുന്നത് നമ്മളെ പൊട്ടൻഷ്യൽ അവർക്കറിയില്ല, നമ്മൾ ഏത് തരത്തിലുള്ള കഴിവുള്ളവനാണെന്ന് അറിയില്ല, നമുക്ക് എന്തെല്ലാം ഗ്രോത്ത് പ്ലാൻ ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല. ചിലപ്പോൾ അത് അറിഞ്ഞിട്ടും കൂടി അവർ നമ്മളെ തളർത്തും. സോ നിങ്ങളെ ഗ്രോത്ത് വിഷൻ അലൈൻ ചെയ്തിട്ടുള്ള ആളുകളോട് മാത്രം ഐഡിയാസ് ഡിസ്കസ് ചെയ്യുക. അതല്ലാത്തവർക്ക് നിങ്ങൾ ആക്ഷൻസ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഐഡിയാസ് ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി നിങ്ങളെ പൊട്ടൻഷ്യൽ അറിയുന്ന, നിങ്ങളെ കാര്യങ്ങൾ അറിയുന്ന, നിങ്ങളെ ഗ്രോത്ത് പ്ലാൻ അറിയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ അറിയുന്ന, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ളവനാണ് എന്ന് അറിയുന്ന ആളുകളടുത്ത് മാത്രം നിങ്ങൾ ഐഡിയാസ് പറയുക. അവർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. അവർ നിങ്ങൾക്ക് പാത്ത് കാണിച്ചു തരും. മേ ബി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ ആണെങ്കിൽ അവർ നിങ്ങൾ ഗൈഡ് ചെയ്യും. അതല്ലാതെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീൻ്റെ അടുത്തും അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളെ ക്ലോസ് സർക്കിളിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഐഡിയാസ് വിളമ്പുന്ന 90% ആളുകൾക്കും കിട്ടുന്നത് നെഗറ്റിവിറ്റിയും ഡീമോട്ടിവേഷനാണ്.